അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യകൂനന്ന അഹദുക്കും ഇമ്മഅത്തൻ, നിങ്ങളിൽ ഒരാളും ഇമ്മഅത്ത് ആകരുത്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങളാരും ഇമ്മഅത്ത് ആകരുത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, മൽ ഇമ്മഅത്ത്, എന്തിനെയാണ് ഇമ്മഅത്ത് എന്ന് പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് വിശദീകരണം നൽകിയത്, ഇമ്മഅത്ത് എന്ന് പറഞ്ഞാൽ യജ്രി മഅ കുല്ലി റീഹിൻ, എല്ലാ കാറ്റിനനുസരിച്ചും സഞ്ചരിക്കുന്നവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇമ്മഅത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലർത്ഥം ഒപ്പം കൂടികൾ എന്നാണ്. ഒപ്പം കൂടികൾ എന്ന് പറഞ്ഞാൽ അവസരത്തിനൊത്ത് സംസാരിക്കുന്നവർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓന്തിൻ്റെ സ്വഭാവമുള്ളവർ, അവസരത്തിനൊത്ത് നിറം മാറാൻ കഴിയുന്ന ഓന്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യർ. ഇതിനെ സംബന്ധിച്ചാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യകൂനന്ന അഹദുക്കും ഇമ്മഅത്ത, നിങ്ങൾ ആരും ഓന്തിൻ്റെ സ്വഭാവം എടുക്കരുത്, അത് വളരെയധികം മോശമാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ബഹുമാനികളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ ശർരി ഇബാദില്ലാഹി തജിദൂന യൗമൽ ഖിയാമ ദൽ വജ്ഹൈനി, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ഷർറായ ആളുകൾ ആരാണെന്നറിയുമോ? ദൽ വജ്ഹൈനി, ഇരട്ട മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, യഅതി ഹഉലാഇ ബിവജ്ഹിൻ ഹഉലാഇ ബിവജ്ഹിൻ, ഒരാളുടെ അടുത്ത് ഒരു രീതിയിൽ സംസാരിക്കും, ആ കാര്യം തന്നെ മറ്റൊരാളുടെ അടുത്ത് മറ്റു രീതിയിൽ സംസാരിക്കും. അവസരത്തിനൊത്ത് സംസാരിക്കുന്ന ദൽ വജ്ഹൈനി, ഇരട്ട മുഖമുള്ള ആള് ഖിയാമത്ത് നാളിൽ ഏറ്റവും പ്രയാസത്തിലായിരിക്കും, അവർ ഏറ്റവും ഷർറായ ആളുകളായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, അപ്പോൾ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന, ഓന്തിനെപ്പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അത് മനുഷ്യരായ നമുക്ക് യോജിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ, നല്ല ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.